നമ്മൾ എന്തിനെ ഓർത്താണ് കരഞ്ഞത്? ഏത് കാര്യത്തെ ഓർത്താ വിഷമിച്ചത്? ഏത് കാര്യത്തെ ഓർത്താ ഒത്തിരി ഭാരപ്പെടുന്നത്? ആ വിഷയത്തിൽ ഒരത്ഭുതം ചെയ്യാൻ യേശു വരും. ആ ഒരു പ്രതിസന്ധി പരിഹരിക്കാൻ യേശു വരും. ഒരുപക്ഷെ നിങ്ങൾ നിങ്ങളുടെ മക്കളെ ഓർത്തായിരിക്കും കരയുന്നത്. അവരുടെ ഫോൺ അഡിക്ഷൻ, സ്വഭാവം, പെരുമാറ്റം, പറഞ്ഞാൽ കേൾക്കുന്നില്ല, പ്രാർത്ഥനയില്ല, ദൈവവിചാരമില്ല, ഒന്ന് പറഞ്ഞാൽ 10 എണ്ണം പറയുന്നു. ഈ പിള്ളേരിങ്ങനെ പോയാൽ എന്താകും? ഇവരുടെ സ്വഭാവം, ഇവരുടെ ജീവിതം, ഇവരുടെ ഭാവി, ഞാൻ എന്തു ചെയ്യും? എന്നെക്കൊണ്ടൊന്നും പറ്റുന്നില്ലല്ലോ. മാതാപിതാക്കൾ പലരും നിസ്സഹായരായിരിക്കും. അവരെ ഓർത്തല്ലേ ഞാൻ ഇത്രയും കാലം ജീവിച്ചത്. പക്ഷെ അവരിൽ നിന്ന് കിട്ടുന്നതോ തികച്ചും വ്യത്യസ്തമായ കാര്യങ്ങൾ, പ്രതീക്ഷയ്ക്ക് നേരെ ഓപ്പോസിറ്റായ കാര്യങ്ങൾ. നിങ്ങളും പല കാര്യങ്ങൾ മക്കളെ ഓർത്തൊക്കെ വിഷമിക്കുന്നവരായിരിക്കാം. നിങ്ങൾ എന്തിനെ ഓർത്താണോ വിഷമിക്കുന്നത്? എന്തിനെ ഓർത്താണോ ഇരുന്ന് കരയുന്നത്? എന്തിനെ ഓർത്താണോ നിങ്ങൾ ഭാരപ്പെടുന്നത്? ആ വിഷയത്തിനകത്തൊരു പരിഹാരം വരും. അന്ന് പ്രാർത്ഥനയോടെ അത് ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കുവാണ്.